നിങ്ങളൊരു ബാങ്ക് ഇതര സ്ഥാപനത്തിൽ നിന്ന്, അതായത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസ് ചെയ്യുന്ന അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൽ നിന്ന് നിങ്ങളൊരു ലോൺ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം നിങ്ങൾ നോർമലി ഒരു ബാങ്കിൽ നിന്ന് എടുക്കുന്നതിനെക്കാട്ടും ഇൻട്രസ്റ്റ് റേറ്റിനെക്കാളും വളരെ കൂടുതൽ പലിശ കൊടുത്തിട്ടാണ് നിങ്ങളുടെ ആ ലോൺ ഇപ്പോൾ നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. നോർമലി നോൺ ബാങ്കിങ് ഫിനാൻസിങ് സർവീസ് തരുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നിങ്ങൾ ലോൺ എടുക്കുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു 15% മുതൽ മേളിലോട്ടാണ് മിക്കവാറും എല്ലാവരും അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ചാർജ് ചെയ്യുന്നത്. പക്ഷേ നമ്മളതൊരു ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന്, അതായത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നോ കറക്റ്റായിട്ട് ബാങ്കിങ് സർവീസ് കൊടുക്കുന്ന ആൾക്കാരിൽ നിന്നാണ് നമ്മൾ ആ ലോൺ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ പലിശ റേറ്റ് 8.15% ആണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഹൗസിംഗ് ലോണിന് മിക്കവാറും ഇത് സംഭവിക്കുന്നത് നമുക്ക് ഒരു സാലറീഡ് ഇൻകം ഇല്ലാത്ത, അതായത് സ്ഥിര വരുമാനം ഇല്ലാത്ത പല ബിസിനസ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ രീതിയിലുള്ള ലോൺസ് എടുക്കുക. അപ്പോൾ നമ്മൾ നോർമലി ഒന്ന് ബാങ്കിൽ പോകുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഇൻകം കാണിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ പിന്നെ വിചാരിക്കുക പെട്ടെന്ന് ലോൺ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഇതുപോലുള്ള സ്ഥാപനങ്ങളിലേക്ക് പോകും. അവർ പെട്ടെന്ന് ലോൺ പാസ്സായി കൊടുക്കും, പക്ഷേ ഭയങ്കരമായിട്ടുള്ള പലിശയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലോൺസ് നിങ്ങൾ മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ലോൺസ് ടേക്ക് ഓവർ ചെയ്ത് നമുക്ക് വേറെ ബാങ്കുകളിലേക്ക് വെക്കാൻ സാധിക്കും. ആ രീതിയിൽ നിങ്ങൾ ടേക്ക് ഓവർ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഇതൊരു 10-20 ലക്ഷം രൂപയുടെ ലോണിൽ നമുക്കൊരു 5-6 ലക്ഷം രൂപ വരെയൊക്കെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നോർമലി നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ഒരു ലോൺ അടയ്ക്കുന്നുണ്ട്. നമ്മുടെ RBIയുടെ റൂൾ പ്രകാരം നിങ്ങൾക്കിപ്പോൾ ഒരു ഹൗസിംഗ് ലോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 വർഷം കറക്റ്റായിട്ട് അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ലോണ് വേറൊരു ഇതിലേക്ക് ടേക്ക് ഓവർ ചെയ്ത്, അതായത് മാറ്റി വയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് 1 ഇയർ നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്, EMI ഒന്നും ഡിഫോൾട്ട് ആക്കിയില്ല, ബൗൺസിങ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടേക്ക് ഓവർ, അതായത് ലോൺ ടേക്ക് ഓവർ ചെയ്യാനായിട്ട് നിങ്ങൾ എലിജിബിൾ ആണ് കേട്ടോ. ഇത് പല ആൾക്കാർക്കും അറിയത്തില്ല. ആ ഒരു കാര്യം പറയാനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നമ്മുടെ സർവീസസ് അവൈലബിൾ ആണ്. അതായത് നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ഭയങ്കരമായിട്ടുള്ള പലിശയ്ക്ക് നിങ്ങൾ ലോൺ വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഇതുപോലെ 15% മേളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അത് 1 ഇയർ ഫിനിഷായ ലോണാണെന്നുണ്ടെങ്കിൽ അതിനെ ടേക്ക് ഓവർ ചെയ്യാൻ നമ്മൾ സഹായിക്കും. അങ്ങനെ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം. ഇതിങ്ങനെ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾക്ക് പലിശ ഇനത്തിൽ ലാഭം വരും. സാധാരണഗതിയിൽ നിങ്ങളിപ്പോൾ ഒരു മന്ത്ലി EMI 30,000 രൂപയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിൽ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായ കാരണം നമ്മൾ മാസം അതിലൊരു നല്ലൊരു എമൗണ്ട് കൂടുതൽ അടച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ EMI, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്ത് നിങ്ങളുടെ EMI ശരിക്കും പറഞ്ഞാൽ 30,000 രൂപ വെച്ച് നിങ്ങൾ അതേ 30,000 രൂപ തന്നെ നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അടച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും വേഗത്തിൽ നിങ്ങളുടെ ലോൺ ക്ലോസ് ആവുന്നുണ്ടാവും. കാരണം ഈ കൂടുതലാവുന്ന എമൗണ്ട് എന്ത് ചെയ്യാം? പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് അടച്ചുകൊണ്ടിരിക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് കൂടുതൽ ലോൺ വേണം. ഇപ്പോൾ നിങ്ങളൊരു 25 ലക്ഷം രൂപയ്ക്ക് ഇതുപോലൊരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ അങ്ങനെയുള്ളൊരു സ്ഥാപനം, ബാങ്ക് അല്ലാത്ത വേറൊരു സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ ലോൺ എടുത്തിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 25 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ മന്ത്ലി ഒരു 30,000 രൂപയാണ് EMI അടച്ചുകൊണ്ടിരുന്നത്. ഇനി ഇതേ 25 ലക്ഷം രൂപ നമ്മളൊരു ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്, അതായത് ടേക്ക് ഓവർ ചെയ്യുകയാണ്. ടേക്ക് ഓവർ ചെയ്യുന്ന ടൈമിൽ ശരിക്കും നിങ്ങൾക്ക് 30,000 രൂപ EMI അടയ്ക്കേണ്ടി വരത്തില്ല. ചിലപ്പോൾ ഒരു 22,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപയ്ക്ക് അകത്തുള്ള എമൗണ്ട് ആയിരിക്കും EMI അടയ്ക്കേണ്ടി വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓൾറെഡി നിങ്ങൾ അടച്ചുകൊണ്ടിരുന്ന 30,000 രൂപ നിങ്ങൾ ഈ ബാങ്കിലും അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 8,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ കൂടുതൽ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോൺ നേരത്തെ ക്ലോസ് ആവും. കാരണം പ്രിൻസിപ്പൽ എമൗണ്ടിൽ നമ്മൾ മുതൽ അടച്ചുകൊണ്ടിരിക്കും തോറും നമ്മുടെ ഇൻട്രസ്റ്റിൻ്റെ ബേർഡൻ നമ്മുടെ പുറത്തുനിന്ന് കുറയുന്നുണ്ടാവും. ഡെയിലിയാണ് ഈ റെൻ്റല്ല ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത് കേട്ടോ. ആ രീതിയിൽ നമുക്ക് നല്ല രീതിയിലൊരു ബെനിഫിറ്റ് ഉണ്ടാക്കാം. അതുമല്ല, നിങ്ങൾ ഈ കൂടുതൽ എമൗണ്ട് അടയ്ക്കുന്നതിന് വേണമെന്നുണ്ടെങ്കിൽ അത്രയും എമൗണ്ടും കൂടെ കൂടുതൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ലോൺ എടുക്കാൻ സാധിക്കും. 25 ലക്ഷം രൂപ ഉണ്ടായിരുന്ന ലോണ് നമുക്കൊരു 30 ലക്ഷമായിട്ട് ഇവിടെ നിന്ന് ടോപ്പപ്പ് ചെയ്തെടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. നമ്മുടെ ബാങ്കിൽ നിന്ന് നേരിട്ട് നിങ്ങളെ ആൾക്കാർ വിളിക്കും. ബാക്കി അവരുമായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തരും കേട്ടോ. നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻറ്റേഷനും റവന്യൂവിൻ്റെ സൈഡായാലും എല്ലാ സൈഡിൽ നിന്നുള്ള ഹെൽപ്പ് അവർ തന്നെ ചെയ്തു തരും. നോർമലി ഒരു 1 വീക്കിൽ തന്നെ നോക്കി ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ലോണ് നമുക്കൊരു ബാങ്കിങ് സ്ഥാപനത്തിലേക്ക്, അതായത് നമ്മൾ ഈ പലിശയൊക്കെ കുറവുള്ള ഒരു ബാങ്കിലേക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഈ 15%, 20% ഒക്കെ ലോൺ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ. 8.15% മുതലാണ് നമുക്കിപ്പം ബാങ്കിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ്.